മണ്ഡല പുനർനിർണയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് DMK. നാളെ തമിഴ്നാട്ടിലാകെ കരിങ്കൊടി ഉയർത്താൻ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ആഹ്വാനം ചെയ്തു. DMKയുടെ ജില്ലാ ഭാരവാഹികളുടെ യോഗത്തിലാണ് തീരുമാനം. നടപടി വിവേചനപരമെന്ന് TVK അധ്യക്ഷൻ വിജയും പ്രതികരിച്ചു. நாளை மறுநாள் ஏப்ரல் 16 நாடாளுமன்ற சிறப்பு கூட்டத்தொடர் கூடுதுன்னு சொல்றதை விட தமிழ்நாடு மேற்கு வங்க தேர்தலுக்கு நடுவில் வலுக்கட்டாயமாக கூட்டப்படுதுன்னு தான் சொல்லணும். டீலிமிட்டேஷன்கிற தொகுதி மறுவரைகிற தொடர்பாக அரசியல் சட்ட திருத்தத்தை இந்த தொடரில் புல்டோஸ் பண்ண போகிறாங்க. அவசரமாக டீலிமிட்டேஷன் பண்ண நினைக்கிறது பாஜக அரசோட அப்பட்டமான ஜனநாயக விரோத செயல். இன்னும் சொன்னால் மாநில உரிமைகளை படுகொலை பண்ணியிருக்காங்க. இவங்க இப்படி மறைச்சு பண்ணுறாங்கன்னா கண்டிப்பாக ஏதோ பெரிய ஆபத்து இருக்குன்னு எல்லாருக்குமே அந்த சந்தேகம் வலுவடையுது. தமிழ்நாட்டை பாதிக்கிற மாதிரியோ வட மாநிலங்களுக்கு அரசியல் வலிமையை மேலும் வாரி வழங்குற மாதிரியோ ஏதாவது நடந்தால் நீங்கள் இதுவரை பார்க்காத தமிழ்நாட்டை பார்க்க வேண்டியிருக்கும். പുനർനിർണയം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ തകർക്കാനെന്ന് DMK വക്താവ് TKS ഇളങ്കോവൻ 24-നോട് പറഞ്ഞു. Delimitation, what happened is there were in 1960, late 60s, family planning program was introduced by the government of India. Tamil Nadu strictly followed that family. If the delimitation exercise, even though they say that there will be a proportionate increase in the number of seats, what will be the proportionate representation in UP and what will be the proportionate representation in Tamil Nadu is the question. They want the states which they are ruling to have more number of MPs because they fear that in 2029 elections they will lose. So they want to increase the number of MPs from the states which they are ruling and reduce proportionately the number of seats where the opposition parties are ruling. മനേഷ് മൂർത്തിയുണ്ട് ചെന്നൈയിൽ നിന്നും. മനേഷ്, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഫെഡറൽ തത്വങ്ങളെ അട്ടിമറിക്കുന്ന നീക്കമാണ് കേന്ദ്ര സർക്കാരിൻ്റെതെന്നാണ് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമെല്ലാം ഉയരുന്ന വിമർശനം. ആണ് അവരുടെ തീരുമാനം. അഷിത, എന്തായാലും നാളെ കരിങ്കൊടി പ്രതിഷേധം, അതാണ് DMK തീരുമാനിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഇന്നലെ തന്നെ സ്റ്റാലിൻ ആ ബൈറ്റിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ഇതുവരെ ചരിത്രം കാണാത്തത്ര വലിയ പ്രതിഷേധം തമിഴ്നാടിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലാണ് താങ്കൾ എന്നുള്ള അതുകൊണ്ട് തന്നെ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നൊരു തോന്നൽ കേന്ദ്രത്തിന് വേണ്ട. കൃത്യമായ അർത്ഥത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകും, അതിൽ മുൻനിരയിൽ തന്നെ താനുണ്ടാകും എന്ന് കൃത്യമായി തന്നെ സ്റ്റാലിൻ ഇന്നലെ തന്നെ പറഞ്ഞതാണ്. അതിനുശേഷമാണ് ഇന്നിപ്പോൾ MP-മാരുടെയും അതുപോലെ തന്നെ ജില്ലാ ഭാരവാഹികളെയും യോഗം ചേർന്നതിന് ശേഷം നാളെ ഒരു സൂചനാ പ്രക്ഷോഭ പ്രതിഷേധം എന്ന രീതിയിൽ എല്ലാ DMK കുടുംബങ്ങളിലും ഈ പറഞ്ഞ രീതിയിൽ കരിങ്കൊടി ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് എന്തായാലും എത്തുന്നത്. എന്തായാലും ഈ ബില്ല് പാർലമെന്റിൽ എത്തുമ്പോൾ അത് ദക്ഷിണേന്ത്യക്ക് അനുകൂലമല്ല എങ്കിൽ വലിയ തോതിലുള്ള പ്രതിഷേധം എന്തായാലും തമിഴ്നാടിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അതിപ്പോൾ തിരഞ്ഞെടുപ്പിന് സമയമാണെങ്കിൽ കൂടിയും വലിയ രീതിയിലുള്ള പ്രതിഷേധം DMKയുടെ ഭാഗത്തുനിന്ന് DMK സഖ്യത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് ഇന്നലെയും ഇന്നുമായി ഈ പറഞ്ഞ രീതിയിൽ MK സ്റ്റാലിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വലിയ തോതിലുള്ള പ്രതിഷേധം എന്തായാലും ഈ പറഞ്ഞ രീതിയിൽ ഈ ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്നുള്ളത് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകുന്നു. ഏറ്റവും ഒടുവിൽ ഇന്നലെ ഒരു കട്ടായം അല്ലെങ്കിൽ ഒരു നിസ്തർക്കമില്ലാത്തൊരു കാര്യമായി അത് പറയുകയും ചെയ്യുകയാണ് MK സ്റ്റാലിൻ. അതിന് പിന്നാലെയാണ് ഇപ്പോൾ എന്തായാലും പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ ഒരു സൂചന സമരം എന്ന രീതിയിലാണ് എല്ലാ DMK കുടുംബങ്ങളിലും അല്ലെങ്കിൽ DMKയുമായി ബന്ധപ്പെട്ട എല്ലാ ഇടങ്ങളിലും പറഞ്ഞ രീതിയിൽ കരിങ്കൊടി ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധത്തിന് എന്തായാലും MK സ്റ്റാലിൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അമൽ, അഷിത. ശരി, മനീഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പൊതുവിൽ ആശങ്കയുണ്ട്, അതിൽ തന്നെ തമിഴ്നാട് വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെ നീങ്ങുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.